ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. സ്റ്റേ ആണെന്ന് സമയം ഇപ്പോൾ 9:40 കോഫി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഓൾറെഡി ഫാസ്റ്റിങ്ങിലാണ്. ഇന്നലെ 7 മണി മുതൽ ഫാസ്റ്റിങ്ങിലാണ്. 11 മണിക്കാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. 16 hours ഫാസ്റ്റിങ്ങിലാണ്. രണ്ട് ദോശ ഉണ്ട്, എഗ്ഗ്, ചമ്മന്തി, സപ്ലിമെന്റ്സ്, ഇരിക്കൊക്കെ ഇട്ട്, പിന്നെ പ്രോട്ടീൻ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഗൈസ്, സെക്കൻഡ് സെക്ഷൻ കഴിഞ്ഞു. ആരെങ്കിലും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കാര്യം പറയാനുള്ളൂ. ഇത്ര ടൈമിൽ ഇത്ര കാര്യം പഠിച്ചു തീർക്കണം എന്നുള്ളൊരു ടാർഗറ്റിൽ പഠിക്കാതിരിക്കരുത്. എക്സോസ്റ്റ് ആവും, അല്ലെങ്കിൽ ബേൺ ഔട്ട് ആവും. മൈൻഡ് ഇങ്ങനെ ഓവർ സ്ട്രെസ് ആവും. പഠിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ആദ്യം ചെയ്യാൻ പറയുന്നത് വെച്ചെങ്കിൽ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുക. അതിൽ ഇത്ര ടാർഗറ്റ് ഒന്നുമില്ല. 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുക. ആ 1 മണിക്കൂറിൽ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. 10 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. 1 മണിക്കൂർ ആ സെക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത സെക്ഷൻ പഠിക്കും. അല്ലാത്ത പക്ഷം ഒരുമിച്ച് ഒറ്റയടിക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ തല കിടന്ന് പുകയാന്നല്ലാതെ ഒരു തേങ്ങ ഉണ്ടാവില്ല, ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. ഞാൻ ഇന്നിപ്പോ ഈ സെക്ഷനിൽ കഴിഞ്ഞപ്പോൾ സെക്ഷന് മുന്നേ ഇത്ര ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, ഇത്ര ക്വസ്റ്റ്യൻസ് എഴുതണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ 1 മണിക്കൂർ ഞാൻ ആകെ എടുത്തൊരു 10-15 മാത്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എനിക്കറിയാത്തൊരു പ്രോബ്ലം ആയിരുന്നു. അത് നോക്കി അതിന്റെ ബുക്ക് എടുത്തിട്ട് അതിന്റെ വിശദീകരണം നോക്കി അത് നോക്കി ഇത് നോക്കിയത് സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞു. ഞാൻ 12 മണിക്ക് ഇരുന്നാണ്. ലഞ്ച് കഴിക്കാണ്. കുറച്ച് റൈസ് ഉണ്ട്, മുട്ടച്ചോറ്, കുറച്ച് ചമ്മന്തി, ഉപ്പേരി, ചിക്കൻ. ഗൈസ്, സമയം 10 മണിയാവും. നമ്മുടെ 4th സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മോർണിംഗ് ഗൈസ്, 3rd ഡേ ആണ്. ഞാൻ ചെയ്തതിൽ ഏറ്റവും ബേസ്റ്റ് ഇന്നലെയാണ് തോന്നുന്നു. കാരണം ഇന്നലെ നേരം വഴി എന്നിട്ട് 1ാമത്തെ ദിവസം വർക്കൗട്ട് ചെയ്തു. ആകെ 1 മണിക്കൂറാണ് പഠിക്കാൻ പറ്റിയത്. അപ്പൊ 6:15 ആവണം. 6 മണി ആകുമ്പോഴേക്ക് എഴുന്നേറ്റുണ്ട്. എനിക്കറിയാം ഇത് കുറച്ച് ഹാർഡാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 4 മണിക്കൂർ പഠിത്തം, ഡയറ്റ്, ഓഫീസ് ഡ്യൂട്ടി എല്ലാം കൂടിയിട്ട് മാനേജ് ചെയ്യുക പറഞ്ഞാൽ ഇറ്റ്സ് സോ ഹാർഡ്. ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി പോലത്തെ ഒരു സാധനം വരുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് എല്ലാറ്റിനെ കുറിച്ചും ധാരണ ഉണ്ട്. പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. സ്മോൾ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് സെക്ഷനിൽ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണോ ചെയ്യുന്നത് അതിന്റെ പകുതി ചെയ്യാം. ഫാസ്റ്റിങ്ങും ഡയറ്റും പറയുന്നുണ്ട്. ഫാസ്റ്റിംഗ് മാത്രം എടുക്കുക. 16 hours ഫാസ്റ്റിംഗ് മാത്രം കറക്റ്റ് ആക്കാൻ നോക്കുക. അതേപോലെ തന്നെ 4 മണിക്കൂർ പഠിത്തം പറഞ്ഞത് പകുതിയാക്കുക. 2 മണിക്കൂർ വീട്ടിലിരുന്ന് പഠിക്കണം. ഗുഡ് നൈറ്റ്.
ഹായ് ഗൈസ്, സമയം 7:28, 7:30 ആവണം. അപ്പോൾ നമ്മൾ സ്റ്റഡി സെക്ഷനിലേക്ക് പോവാം. പത്ത് 20 ലാസ്റ്റ് സെക്ഷൻ 10 മണിക്കാണ് പറഞ്ഞത്. പക്ഷെ 1 മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത് നോക്കാം.